നമസ്കാരം. എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സൂയിസൈഡ് പ്രിവെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തായിട്ട് സൂയിസൈഡുകളെല്ലാം വളരെ അധികമായി കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഒരു എപ്പിഡമിക് പോലെ, പകർച്ചവ്യാധി പോലെയാണ് പല ഏജിലുള്ള പല ഗ്രൂപ്പ് കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരുകളൊക്കെ തന്നെ സൂയിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സമൂഹം വളരെ സീരിയസ് ആയിട്ട് കളക്റ്റീവായിട്ട് ചിന്തിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഒരു സൂയിസൈഡിലേക്ക് നയിക്കുന്നത് ഒറ്റ കാരണമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലതരത്തിലുള്ള കാരണങ്ങൾ സൂയിസൈഡിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ചിലരെങ്കിലും അവരുടെ ലൈഫിന് സമീപിക്കുന്നത് ലൈഫ് ഈസ് എ സെലിബ്രേഷൻ എന്നുള്ള രീതിയിലാണ് ആക്ച്വലി. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ജീവിതം ഒരിക്കലും ഒരു സെലിബ്രേഷൻ അല്ല, ഒരു ആഘോഷമല്ല. അതിലുപരി ഒരു ബാറ്റിൽ ഫീൽഡായിട്ടാണ് പലപ്പോഴും നമുക്ക് ശരിയായ രീതിയിൽ സമീപിക്കാനായിട്ട് കഴിയുക. കാരണം നമ്മളെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ, ആഗ്രഹിക്കാത്ത രീതിയിൽ പല കാര്യങ്ങളും വരും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസൈലൻസ്, അല്ലെങ്കിൽ അതിനെല്ലാം ശക്തമായി നേരിടാൻ വേണ്ടിയിട്ട് മാനസികമായി തയ്യാറെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ പലരും അവരുടെ ലൈഫ് മുന്നോട്ടേക്ക് നയിച്ചു വരുമ്പോൾ പ്രധാനമായും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുദ്ദേശിച്ച രീതിയിൽ, അവർ എയിം ചെയ്ത രീതിയിൽ സാഹചര്യങ്ങൾ ഇവോൾവ് ചെയ്ത് വരാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എഗെയിൻസ്റ്റായിട്ട് പലപ്പോഴും വരുന്നതിൻ്റെ ഫലമായിട്ടാണ് ആത്മഹത്യയിലേക്ക് പലരും പോകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വിലയിരുത്താൻ കഴിയുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ഫ്രെയിം വർക്ക്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഒരു രീതി ഉണ്ടാവും. അപ്പോൾ ആ ചട്ടക്കൂട് മുന്നോട്ടേക്ക് ആ ചട്ടക്കൂട് തകർന്നു പോകുമ്പോൾ മുന്നോട്ടേക്ക് എഫക്റ്റീവായിട്ട് പോകാൻ കഴിയില്ല. മറ്റുള്ളവരുടെ മുന്നേ അത്തരത്തിൽ കഴിഞ്ഞ രീതിയിൽ ജീവിച്ചതുപോലെ ഇനി മുന്നോട്ട് ജീവിക്കാനായിട്ട് കഴിയില്ല എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യം വരുന്നത് പല ആൾക്കാരെയും അവരുടെ ചിന്തകളെയും അവരുടെ കാഴ്ചപ്പാടുകളെയും നാരോ ഡൗൺ ചെയ്ത് ഒരു ടണൽഡ് വിഷനിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നവരൊക്കെ തന്നെ അവരിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവരെത്തിച്ചേരുന്നുണ്ട്. ഒരു രീതിയിലും സൊല്യൂഷൻ ഇല്ല. വളരെ ടണൽഡ് ആയിട്ടുള്ള, നാരോഡ് ആയിട്ടുള്ള ഒരു വിഷനിലേക്കാണ് അവർ പലപ്പോഴും വരുന്നത്. അപ്പോൾ അതാണ് അവരെ കൊണ്ട് സൂയിസൈഡ് ചെയ്യിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പം സൂയിസൈഡ് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള സൂയിസൈഡും ഉണ്ട്, പ്രിവെൻറ്റബിൾ അല്ലാത്തതായിട്ടുള്ള സൂയിസൈഡും ഉണ്ട്. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ആംബിഗിറ്റി ഉള്ളവരെ, അതായത് സൂയിസൈഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളവരെയാണ് ആക്ച്വലി നമുക്ക് കൂടുതലും ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുക. അപ്പം സൂയിസൈഡ് പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുക. ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫ്രണ്ട്സ്, അവർക്കാണ് അവരിലുണ്ടാകുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും തരത്തിലുള്ള സോഷ്യൽ വിഡ്രോവലിലേക്ക് പോകുന്നുണ്ടോ, മുൻപ് എൻഗേജ്ഡ് ആയിരുന്ന കാര്യങ്ങളിൽ, മുമ്പ് സന്തോഷം കണ്ടെത്തിയിരുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ, ദൈനംദിന ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളൊക്കെ നിറവേറ്റുന്നുണ്ടോ, ഒക്യുപ്പേഷണൽ, സോഷ്യൽ, ഫാമിലി ഫങ്ഷനിങ്ങിനെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ, ഉറക്കക്കുറവുണ്ടാവുന്നുണ്ടോ, ഭക്ഷണം കൃത്യമായി കഴിക്കുന്നുണ്ടോ. അപ്പോൾ ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ്. അപ്പം ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൂയിസൈഡിനുള്ള സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർ ആ വ്യക്തിയേക്കാൾ ഉപരി എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അവരാലാകുന്ന വിധം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ സൂയിസൈഡും പ്രിവെൻറ്റബിൾ അല്ല, പക്ഷേ അവരാലാകുന്ന വിധം മാക്സിമം ബെസ്റ്റായിട്ട് അവർ ശ്രമിച്ചു, അല്ലെങ്കിൽ അവർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മുൻകരുതൽ സ്വീകരിച്ചിരുന്നു എന്നുള്ള ഒരു ഫുൾഫിൽമെൻറ്റും
സാറ്റിസ്ഫാക്ഷനോ അറ്റ്ലീസ്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റും നിൽക്കുന്ന വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സിംറ്റംസ് വരികയാണെങ്കിൽ, പ്രകടിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ അവരെ ക്ലോസ് ആയിട്ട് അവരോട് ഇടപെടുകയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഈ ടണൽഡ് ആയിട്ടുള്ള വിഷന് കുറച്ച് ബ്രോഡനാക്കി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കൂടുതലായിട്ട് നമ്മൾ അവരെ ഒരു ഡയറക്ഷനിലേക്ക് പോവാതെ ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു വെന്റിലേഷൻ എന്നുള്ള നിലയിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഒന്ന് ആ ടണൽഡ് വിഷനെ ഒന്ന് ബ്രോഡനാക്കി കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പല സൂയിസൈഡുകളും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ളവരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ കയ്യിൽ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പെട്ടെന്ന് അങ്ങനത്തെ ഒരു ആംബിഗ്വിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത ഐഡിയേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ടോൾ ഫ്രീ സൂയിസൈഡ് പ്രിവെൻഷൻ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്കൊക്കെ വിളിച്ച് നിങ്ങൾക്ക് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ക്രിയാത്മകമായി വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ചുറ്റും കാണുന്ന പല സൂയിസൈഡുകളെയും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള ഒരു എപ്പിഡമിക് സാഹചര്യം വരും നാളുകൾ ഒഴിവാക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.